ഹിറ്റ് ഹിറ്റ് എന്ന് പറയുന്ന സിനിമ ഹിറ്റ് 1, 2 കഴിഞ്ഞു, തേർഡ് കേസ്, സെക്കൻഡ് കേസ് ഒക്കെ കഴിഞ്ഞിട്ട് തേർഡ് കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ തേർഡ് കേസ് തിയേറ്ററിൽ പോയി കണ്ടു. നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് ഈ പോലീസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ചില ഒരു ഘടകം മാത്രമാണ് ഒരു ബോറിംഗ് പോലെ ഇത് വന്നുള്ളൂ. അത് ഞാൻ അവസാനം പറയാം. പിന്നെ ചെറിയ 1-2 മിസ്സിംഗ് ഉണ്ട്, അത് ഞാൻ പറയാം. അത് സിനിമയെ ബാധിക്കില്ല കേട്ടോ, വലിയ ഘടകമൊന്നുമില്ല. സിനിമ ത്രൂ ഔട്ട് ഞാൻ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. അവസാനം വരെയും അങ്ങനെ സീറ്റ് അഡ്ജിൽ നിന്നിട്ടോ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള സംഭവമല്ല. എന്നാണ് സിനിമ നിങ്ങൾക്കൊരു പോലീസ് ഓറിയൻറ്റഡ് കേസ് അന്വേഷണവും ആക്ഷൻ ഫൈറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടും. അതാണ് ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ചുരുക്കത്തിലുള്ളൊരു അഭിപ്രായം. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നാനി ഹീറോ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ്. മുൻപത്തെ സിനിമകളിൽ നിന്ന് ഈ സിനിമയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപത്തെ സിനിമ സസ്പെൻസ് ഓറിയൻറ്റഡ് ആയിരുന്നു. എന്താണ് ആരാണ് ചെയ്തതെന്ന് അന്വേഷിക്കുന്ന തരത്തിലുള്ളൊരു സംഗതിയായിരുന്നു. ബട്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ നാനി ഒരു ഹീറോയുടെ കുറച്ച് പരിവേഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സസ്പെൻസ് അന്വേഷിച്ച് നടക്കുന്ന ഒരു പോലീസുകാരൻ എന്നതിനപ്പുറത്തേക്ക് നാനി എന്ന ഹീറോയെ ഒന്ന് കാണിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ പലയിടത്തും വരുന്നുണ്ട്. അതൊക്കെ ആവശ്യമുള്ള തരത്തിലുള്ള ഫൈറ്റുകൾ തന്നെയാണ്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു രീതിയിൽ പോലീസ് അന്വേഷണം, സസ്പെൻസ്, പിന്നീട് അങ്ങോട്ട് ഫൈറ്റ്, അങ്ങനത്തെ ഇൻറ്റൻസിറ്റിയിലേക്ക് പോകുന്ന ഫൈറ്റിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. അങ്ങനെ സസ്പെൻസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഹിറ്റ് 1ഉം 2ഉം പോലത്തെ ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിച്ച് പോകാതിരിക്കുക. ഇത് 3 ഇത് ഡിഫറൻ്റ് ആണ്. സസ്പെൻസിൻ്റെ ഒപ്പം സസ്പെൻസ് കഴിയുന്നുണ്ട്. ആര് കൊന്നു എന്നുള്ളതിനെ അല്ലെങ്കിൽ ആര് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി എന്തിന് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കുന്ന തരത്തിലാണ്. ആ ഒരു സസ്പെൻസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാതിരിക്കുക. ബാക്കിയെല്ലാം സെറ്റാണ്. ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രസകരമായിട്ട് തന്നെ ബോറടിപ്പിക്കാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. വിഷ്വൽസ്, ടെക്നിക്കൽ സൈഡുകൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം അടിപൊളിയായിരുന്നു. ഇതിൽ ഒരുപാട് ഇൻറ്റൻസ് ആയ പലതരത്തിലുള്ള ഗ്രാഫിക് എലമെൻറ്റ്സ് അടങ്ങുന്ന സീനുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതൊക്കെയും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ വിഷ്വൽസിൻ്റെ ഭാഗത്തൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല, സെറ്റായിരുന്നു. പിന്നെ ആക്ഷനാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. ആക്ഷനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാനി ആയാലും ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും ആക്ഷൻ സീനുകളായാലും ഡയറക്ഷൻ എല്ലാ ഭാഗത്തും നോക്കിയാലും അടിപൊളിയായിരുന്നു. യാതൊരു വിഷയങ്ങളും ആക്ഷൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. സെറ്റ് ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കണ്ട് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ആക്ഷൻ സിനിമയാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക പോരായ്മകളോ അല്ലെങ്കിൽ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ട് കഥയ്ക്ക് മാച്ചാവുന്ന തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ഷൻ സീനായാലും എല്ലാ സീനുകളും തന്നെ നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. അതിനനുസൃതമായ ഇൻറ്റൻസായ സീനുകളൊക്കെ ഇൻറ്റൻസായ മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്ത് സെറ്റപ്പായിട്ട് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു സിനിമയുടെ നല്ല വശങ്ങൾ ഇത്രയും, എല്ലാ ഭാഗങ്ങളും നന്നായിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനകത്ത് നെഗറ്റീവ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ പോസിറ്റീവിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പോലീസ് സിനിമ അതിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയ ഒരു ആക്ഷൻ പാക്ഡ് ആയ ഒരു പോലീസ് സ്റ്റോറി കാണാൻ ഇഷ്ടമാണെങ്കിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ നെഗറ്റീവായിട്ട് വരുന്ന 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിലൊരു ലവ് സീനുകളും ലവ് ക്യാരക്ടറും ഇതിൻ്റെ കഥയോടൊപ്പം പോകുന്നുണ്ട്. ബട്ട് ആ ഒരു ക്യാരക്ടറിന് ഈ കഥയിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. കഥയിലൂടെ തന്നെയാണ് ആ ലവ് ക്യാരക്ടർ പോകുന്നത്. പക്ഷെ എന്നാലും അത് ആ കഥയ്ക്ക് അത്യാവശ്യമായിട്ടോ ആ കഥയോടൊപ്പം നമ്മളെ അതിലോട്ട് ആ ലവ് നമുക്ക് ആവശ്യമാണ്, ആ പുള്ളി കഥയിൽ ആവശ്യമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് ചിലപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട്, കാരണം എനിക്ക് അങ്ങനെ വലിയ ബോറിംഗ് ഒന്നും തോന്നിയില്ല. കഥയോടൊപ്പം പോകുന്നുണ്ട്. സോ അതാണ് ഇതിൽ ആകെപ്പാടെ പറയണമെങ്കിൽ പറയാവുന്ന ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഡബ്ബിങ്, അതാണ് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം ഡബ്ബിംഗ് ആണ്. അത് പലയിടത്തും ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഡബ്ബിംഗ് പലരുടെയും ശരിയല്ല, ചെറുതായിട്ട്, ഭയങ്കര ബോറിംഗ് ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മിസ്സിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. സോ അപ്പോൾ ഇത്രയും ഈ 2 കാര്യങ്ങൾ മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. പോരായ്മയായിട്ട് ബാക്കി എല്ലാം കൊണ്ടും ഒരു ആക്ഷൻ പാക്ഡ് പോലീസ് സ്റ്റോറി എങ്ങനെ വരണമോ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. സോ അത്തരം സിനിമകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അഭിപ്രായം പറയാനുള്ളത്, അഭിപ്രായമല്ല, അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള വാണിംഗ് ആണ്. ഞാനും വാണിംഗ് നിങ്ങൾക്ക് തരികയാണ്. ഒരുപാട് വയലൻസ് സീനുകളുള്ള സിനിമയാണ്. നമ്മുടെ മാർക്കോ ഒക്കെ പോലത്തെ, അത് മാർക്കോ പിന്നെയും ഭേദമാണ്. ഇത് അതിനപ്പുറത്തേക്കാണ്. വെട്ടിപ്പൊളിച്ച് തവിട് പൊടിയാക്കുന്ന സീനുകൾ ഇഷ്ടം പോലെയുണ്ട്. സോ കുട്ടികളും കാര്യങ്ങളൊക്കെ അടിച്ചെന്ന് കാണാതിരിക്കുക. പകരം നിങ്ങൾക്ക് പോയി കാണാം ഇത്തരം സിനിമകൾ ഇഷ്ടമാണെങ്കിൽ. വയലൻ്റായ സൈക്കോ കില്ലിംഗ് മൂവിയാണ്. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം. അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വയലൻ്റ് ആയിട്ടുള്ള നേച്ചറുള്ള സിനിമ നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റില്ല. ഇത് എയർ റേറ്റഡ് സിനിമയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതറിഞ്ഞിട്ട് തന്നെ പോവാം. അത്തരം സംഭവങ്ങളും താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോകാതിരിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പോവാം. ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ നിങ്ങളുടെ അഭിപ്രായം, കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.